കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച്, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച്, സമയങ്ങളെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച് ഒരു പുനരാലോചനക്ക് ഇനിയും എനിക്കും നിങ്ങൾക്കും സമയമായിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി ഈ പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് 8-നും 10-നും ഇടയ്ക്കുള്ള മരണവാർത്തകളും മരണവീടുകളും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു മരണവാർത്ത നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള അറിയിപ്പുകൾ എത്തിപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലതു മിൻ ഖൈറിൻ മുഹ്ളറാ. നന്മയായും തിന്മയായും ഓരോ മനുഷ്യനും പ്രവർത്തിച്ചിട്ടുള്ള ഓരോ കാര്യവും ആ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന, ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം കേട്ടോ. തന്റെയും അവൻ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരുന്ന ദുഷ്പ്രവർത്തികളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നുവെങ്കിൽ, വലിയ അകലമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ ഇപ്രകാരം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നൽ ഇൻസാന യസ്റഅ ബിഖൗലിഹി വഅമലിഹിൽ ഹസനാത് വസയ്യിആത്. ഒരു മനുഷ്യൻ തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്മകളും തിന്മകളും ഈ ദുന്യവിയായ ജീവിതത്തിൽ വെച്ച് വിതച്ചുകൊണ്ടിരിക്കുകയാണ്, വിത്ത് പാകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഖിയാമത്ത് നാളിൽ അവൻ എന്താണോ ദുനിയാവിൽ വെച്ച് വിതച്ചിട്ടുള്ളത് അതവൻ കൊയ്തെടുക്കുകയും ചെയ്യും. അത് നന്മയാണോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ സന്തോഷകരമായ ഒരു കൊയ്ത്ത് പരലോകത്ത് എനിക്ക് നിങ്ങൾക്കും നേടാൻ സാധിക്കും. ആരെങ്കിലും നല്ല വാക്കും നല്ല പ്രവൃത്തിയുമാണ് ദുന്യവിയായ ജീവിതത്തിൽ വിതച്ചിട്ടുള്ളതെങ്കിൽ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിനെ അവൻ കാണുമ്പോൾ സന്തോഷത്തോടെ അല്ലാഹു ആദരിക്കുന്ന, അല്ലാഹു ബഹുമാനിക്കുന്ന, അല്ലാഹുവിന്റെ അർശിന്റെ തണല് വിശാലമായി വിരിക്കപ്പെടുന്ന മനുഷ്യനായി, വിശ്വാസിയായി അല്ലാഹുവിന്റെ മുമ്പിൽ അവന് സന്തോഷത്തോടുകൂടി എത്തിപ്പെടാനും സാധിക്കുന്നതാണ് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നാളെ, അതല്ല ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു വീണാൽ അടുത്ത നിമിഷം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ, ഉടയാടകൾ, ഏതോ ഒരു സഹോദരങ്ങൾ ആ വസ്ത്രങ്ങൾ അടിച്ചു വെക്കും പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ മയ്യത്തിനെ കുളിപ്പിക്കും പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ആ സുഗന്ധപൂർണമായ വില കൂടിയ അത്തറിന്റെ പരിമളമില്ലാത്ത ഏതൊരു മരിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനിരിക്കുന്ന ആ ഒരു സുഗന്ധമുണ്ടല്ലോ, ആ ഒരു വാസനയോടുകൂടി ആ ആളുകൾ എന്നെയും നിങ്ങളെയും, നമ്മുടെ മയ്യത്തുകൾ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരും സഹോദരങ്ങളെ. ആ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ചിന്തകൾ കൊണ്ട് കഴിഞ്ഞ കാല ദിനരാത്രങ്ങളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ അതിനെയെല്ലാം തൗബ കൊണ്ട്, അതുപോലെ തന്നെ പാപമോചനങ്ങൾ കൊണ്ട്, ആ ചീത്തയായ കർമ്മങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് ശരിപ്പെടുത്തുവാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, സുഹൃത്തുക്കൾ അന്തിയുറങ്ങുന്ന ആ ഒരു ബർസഖ് ഉണ്ടല്ലോ, ആ അന്തിയുറക്കത്തിന്റെ ഇടത്താവലമായ ബർസഖ് എന്നെയും നിങ്ങളെയും വരവേൽക്കാൻ കാത്തിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഒരു ലോകത്തേക്ക് എനിക്കും നിങ്ങൾക്കും പോകണ്ടേ? അതിനു മുമ്പ് കഴിഞ്ഞ കാല ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ, പുനരാലോചനകൾക്ക് അവസരമൊരുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ തൊട്ട് മനസ്സിനെ സ്വയം വിചാരണ ചെയ്യുക എന്ന, നിന്റെ കാലുകൾ എവിടേക്കാണ് കാലടിപ്പാദങ്ങൾ വെച്ചു പോയത് എന്നതിനെ കുറിച്ചും, നിന്റെ കൈകൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ചും, നിന്റെ ചെവികൾ കൊണ്ട് എന്തൊക്കെയാണ് കേട്ടത് എന്നതിനെ കുറിച്ചും എല്ലാം നിന്റെ മനസ്സുകൊണ്ട് നീ സ്വയം വിചാരണകൾക്ക് സംവിധാനം ഒരുക്കേണ്ടതുണ്ട് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഏതൊരു വർഷമാകട്ടെ
ആ വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ വർഷത്തിനേക്കാളും വരാനുള്ള വർഷം അങ്ങേറ്റം ദുസ്സഹമായിരിക്കും, മോശമായിരിക്കും, ദുർബലമായിരിക്കുമെന്നാണ്. നോക്ക് നിങ്ങൾ, സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട, സന്തോഷം നൽകപ്പെട്ട സ്വഹാബികൾ പോലും അമലുകൾ വർദ്ധിപ്പിക്കപ്പെടാത്ത ഒരു ദിവസം, ആ ദിവസത്തിൽ സൂര്യൻ അവരിൽ നിന്നും അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസമാണ് അവർക്ക് സങ്കടപ്പെടുത്തുന്ന ദിവസമായി മഹാരഥന്മാരായ സ്വഹാബാക്രാമുകൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ട പല ആളുകളുടെയും മരണവാർത്തകൾ നമ്മൾ കേട്ടു, അല്ലേ? ആ മരണവാർത്തകൾ കേട്ട് ആ ജനാസയെ നമ്മൾ അനുഗമിച്ചു, ആ ജനാസക്ക് വേണ്ടി നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, ആ ജനാസയെ നമ്മുടെ കൈകൾ കൊണ്ട് ആ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, അല്ലേ പ്രിയപ്പെട്ടവരെ? എങ്കിൽ അടുത്തത് നമ്മുടെ ഊഴമാണ്. അത് എപ്പോഴാ പ്രിയപ്പെട്ടവരെ അറിയില്ല. എങ്കിൽ കാലങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിനരാത്രങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കണം, ഒന്ന് വിലയിരുത്തണം. പടച്ചോനെ, ഈ നിമിഷം എൻ്റെ റൂഹിനെ നിന്നിലേക്ക് യാത്ര പറഞ്ഞേക്കേണ്ടി വരികയാണെങ്കിൽ റബ്ബേ, ഞാൻ എന്തു ചെയ്തു? നിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്നെ സന്തോഷപ്പെടുത്താൻ, നീ അനുഗ്രഹ സമ്പൂർണമായി ഐശ്വര്യദായകമായി ഒരുക്കി വെച്ച നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ആ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് 6 അടി മണ്ണ് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണിലേക്ക് 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിയപ്പെട്ട് ആളുകൾ എന്നെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുന്ന മലക്കുകൾക്ക് എന്തു ഉത്തരമായിരിക്കും എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടാവുക? അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ള ഉദാത്തമായ നന്മകൾ കഴിഞ്ഞ കാല ദിനരാത്രങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരുക്കാൻ, ശേഖരിക്കാൻ, നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മരിക്കുക എന്ന് പറയുന്നത് ദുനിയാവിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മാത്രം മുറിച്ച് കളയുന്നത്. പക്ഷേ സമയത്തെ നഷ്ടപ്പെടുത്തിയാലോ, ആയുസ്സിനെ നഷ്ടപ്പെടുത്തിയാലോ, അത് അള്ളാഹുവിൽ നിന്നും ആഖിറത്തിനെ തൊട്ടും നമ്മളെ മുറിച്ചു കളയുന്ന എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങളെ, മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ജനതയിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ ഒരു സമൂഹത്തെ കണ്ടുമുട്ടി. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ ദിനാറിനും ദിർഹമിനും താല്പര്യം കാണിക്കുന്നതിനേക്കാളും അവർ അവരുടെ സമയങ്ങൾക്ക് പ്രാധാന്യം കാണിക്കുന്നവരാണെന്നാണ്. അല്ലയോ മനുഷ്യ, നീ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം കൂടിച്ചേർന്നതാണ്. ഓരോ ദിവസവും നിന്നിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആ ദിവസത്തിൽ നിന്നും, ആ ദിവസത്തിലെ നന്മകളിൽ നിന്നുമാണ് നീ അകന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞ് മരണത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യ, നിന്നിൽ ലഭിക്കപ്പെട്ട സമയത്ത് നീ നിന്റെ ആയുസ്സിനെ പരമാവധി നന്മകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന്. തീർച്ചയായും ഒരു ദിവസത്തിലെ പകലുകൾ എന്ന് പറയുന്നത് അത് നിന്റെ അതിഥി മാത്രമാണെന്നാണ്. അതുകൊണ്ട് ആ പകലിൽ നീ നന്മകൾ പ്രവർത്തിക്കുക. അങ്ങനെ നീ ആ പകലിൽ നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിന്നെ സ്തുതിച്ചുകൊണ്ട്, നീ ആ പകലിൽ ചെയ്ത നന്മകളെ സ്തുതിച്ചുകൊണ്ട് നിന്നിൽ നിന്നും ആ പകൽ യാത്ര തിരിക്കും. ഇനി അതല്ല, ആ പകൽ തിന്മകളാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നീ ചെയ്യുന്ന തിന്മകളെയും നിന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ആ പകൽ നിന്നിൽ നിന്ന് വിട പറയും. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.